ആത്മീയതയുടെ നിശബ്ദതയും ഓർമ്മകളുടെ വെളിച്ചവും ചേർന്ന് റംസാൻ രാവുകളുടെ നിറവിൽ ഇന്ന് നമ്മോട് നോമ്പോർമ്മകൾ പങ്കുവെക്കുന്നത് TK ഇസ്മായിലും UK കബീറും ചേർന്നാണ്. കൊടുക്കാനല്ലേ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത അറിയോ? ഇവിടെ ഈ സ്ഥലം മനസ്സിലായില്ലല്ലേ? ഈ സ്ഥലം എന്നല്ലേ നമ്മളിപ്പോൾ ഈ മാസം നോമ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇവിടുന്നാണ് നമ്മൾ നോമ്പ് മാസം കണ്ട് ഉറപ്പിച്ച ശേഷമുള്ള ഈ കദീന പൊട്ടിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നത് ചിലപ്പോൾ മറ്റൊരു പ്രദേശങ്ങളിൽ ഉണ്ടാവാൻ ചാൻസ് എവിടെ ഉണ്ടാവില്ല. നമ്മൾ ചെറിയ മക്ക പാരമ്പര്യം അങ്ങനെ വന്നുകൊണ്ടാണ് അത് നോമ്പിന് പൊട്ടിനോട് കൂടിയിട്ടാണ് നോമ്പ് കണ്ട് സജീവമായി തുടങ്ങുന്നത്. ആ സജീവത ഈ ചുറ്റുഭാഗത്തുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിം പോക്കറ്റുകളിലൊക്കെ വളരെ സജീവമാവും. അവരൊക്കെ പൊന്നാനിയിലേക്ക് വന്ന് മാസം കണ്ട് ഈ കദീന പൊട്ടിക്കുന്നതോടെ തന്നെ ഒരാൾ വരാണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് പൊട്ടിക്കുന്ന ഒരാളുണ്ട്. ആളുണ്ട് ഹംസക്ക അതാ മൂപ്പര പൊട്ടിക്കുന്നത്. പിന്നെ പൊന്നാനിക്കുള്ളൊരു പ്രത്യേകത അറിയാലോ, റംസാൻ മാസമായി കഴിഞ്ഞാൽ പകല് രാത്രിയും രാത്രി പകലാണ്. അതായത് ഈ പൊന്നാനി ഉണരുക എന്ന് പറയുന്നത് തന്നെ രാത്രിയിലെ ഒരു 9 മണിക്കാണ്. അതുപോലെ പൊന്നാനി ഉറങ്ങുന്നത് രാത്രി 2 മണിക്ക് ശേഷം 3 മണിക്ക് ശേഷമാണ്. അത് ലോകത്ത് ഈ പറഞ്ഞ മാതിരി വേറെ എവിടെയും കാണാൻ പറ്റുന്ന സ്മെല്ലൊക്കെ അറിയണം. ഇന്നത്തെ പുതിയ ജനറേഷൻ ചേർത്ത് പിടിച്ച് പറയണമെങ്കിലേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൈറ്റ് ലൈഫ് തുടങ്ങിയ സ്ഥലം പൊന്നാനിയാണ്. ഇത് ഞാൻ പറയാൻ കാരണം എന്നാൽ പഴയ കാലത്ത് നമ്മുടെ പൊന്നാനിയിൽ നിന്ന് കബീറിന് ഓർമ്മ ഉണ്ടായി, നമ്മുടെ ബിച്ചോന്റെ കാലത്ത് ഒരു ട്രാൻസ്പോർട്ട് ബസ് ഉണ്ടായിരുന്നു, എക്സ്പ്രസ് ട്രാൻസ്പോർട്ട് തിരുവനന്തപുരം കോഴിക്കോട് ബസ് ഉണ്ട്. അത് ശരിക്കും പൊന്നാനി വേണ്ടി ആവശ്യമല്ല, അത് സഖാവെന്ന് പൊന്നാനിയിലെ ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇട്ട ഒരു ബസ്സാണ്. അപ്പോൾ ഈ ബസ്സിൽ വരുന്ന യാത്രക്കാർ കുറേ കാലം കഴിഞ്ഞാൽ കണ്ടക്ടർക്കും ഡ്രൈവർക്കും സ്വാഭാവികമായിട്ടും ഇങ്ങനെ സ്ഥലമുള്ള അറിയാലോ. അപ്പോൾ കണ്ടക്ടർ പൊന്നാനി എത്രയും ഒപ്പിട്ട് അന്ന് അനൗൺസ് ചെയ്യുന്നത് തീരെ ഉറങ്ങാത്ത ഒരു ടൗണുകളുണ്ട്. അപ്പോൾ അതായത് ഏകദേശം ചാണ മുതലിന് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ബസ് സ്റ്റാൻഡ് വരെ 100% സജീവമായ ഒരു പട്ടണമാണ് അത്. അത് ശരിക്കും എനിക്ക് തോന്നുന്നത് അത് ഇന്നില്ല. ഇന്ന് ഇപ്പൊ കുറച്ച് 2-3 വർഷങ്ങളായിട്ട് അതില്ല. കാരണം എന്താ പറഞ്ഞാൽ ഒന്നാമത് പൊന്നാനിൻ്റെ ചുറ്റുഭാഗത്തേക്ക് ആളുകളൊക്കെ മാറിപ്പോയി. പഴയ പൊന്നാനി ടൗണിലുള്ള 80% ആളുകൾ മാറിപ്പോയി. ശരിക്കും പറഞ്ഞാൽ വേറൊരു പ്രദേശത്തുള്ള ആൾ മാറിപ്പോയത് ചരിത്രം ഉണ്ടാവാൻ വളരെ കുറവില്ല. അതും പിന്നെ അതുമാത്രം തന്നെ നോമ്പായി കഴിഞ്ഞാൽ നോമ്പ് തുറക്കെ കഴിയുമല്ലോ സ്മെല്ലൊക്കെ. പിന്നെ ത്രാവിയൊക്കെ വരുമല്ലോ. ഈ ത്രാവിയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ പൊന്നാനിൽ ചുറ്റോളം ഒരു 50ഓളം എത്രയോ പള്ളികൾ കണക്കില്ലാത്ത കണക്ക് ഈ പള്ളികളിൽ നിന്നൊക്കെ ഈ എന്താ പറയാ ഈ സ്രാവിന്റെ ഒരു സ്ഥലത്തുണ്ടല്ലോ, അത് വേറെ എവിടെ ഇതുപോലെ തന്നെ കേൾക്കാൻ പറ്റില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതം കൂടിയാണ്. ത്രാവ്യ നിസ്കാരത്തിനെ പറ്റി അസ്മലാക്കാനോട് പറയുന്നത്. പിന്നെ ഈ ത്രാവിസ്കാരം കഴിഞ്ഞാൽ വേറെ ഒന്നുണ്ട്. പിന്നെ അതവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇൽമും തുൽമാണല്ലോ റമദാൻ മാസത്തില്. അപ്പൊ പിന്നെ അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തായം, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മുത്തായ കുറ്റി അല്ലേ. അപ്പൊ ഈ നോമ്പിന്റെ ഈ എന്താ പറയാ രാത്രി ഈ നിസ്കാരത്തിന്റെ സജീവത ആവുന്ന ഇത് കബീർ അതിൻ്റെ വേറെ രസകരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളീ പൊന്നാനി ചെറിയ മക്കയിൽ നിന്ന് രൂപപ്പെട്ട ഒരു ഇസ്ലാമിക സംസ്കാരമാണെങ്കിലും മറ്റൊരു തലത്തിൽ ഇത് കാണുമ്പോൾ നമ്മൾ മറ്റു പല പ്രദേശങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ മുമ്പ് സത്യത്തിൽ പറഞ്ഞാൽ ഇത് വളരെ ഓർത്തഡോക്സ്, അതായത് വളരെ അത്ര ചിന്താധികാരമല്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പക്ഷെ പൊന്നാനിക്ക് നമ്മൾ പറയുന്ന 2 വിഭാഗം ജനങ്ങളുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. പൊന്നാനി തൃക്കാവാസിലുള്ള ആളുകൾ ഒരുപാട് അതായത് മറ്റേ കമ്മ്യൂണിറ്റിയിലെ ആളുകളാണെങ്കിൽ പോലും നമ്മുടെ ഈ പൊന്നാനി കളരിയെ കുറിച്ചൊക്കെ പറഞ്ഞത് അതുപോലെ തന്നെ ഒരു കളരിയാണ് എന്ത് പൊന്നാനിയിലെ ഈ മറ്റേ വിളക്കത്തിരിക്കൽ കളി. അതായത് ഇത്രയധികം പണ്ഡിതന്മാരെക്കാൾ സമ്പന്നമായൊരു പ്രദേശം ചിലപ്പോൾ ഈ പ്രദേശങ്ങളിൽ എവിടെയല്ല. അപ്പം ഈ പണ്ഡിതന്മാരെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഇന്ന് പറയുന്ന പോലെ ഖുറാഫാത്ത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ആളുകളേ അല്ല. ഞാനതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ ഇപ്പോൾ പല പ്രദേശങ്ങളിലും കാണാൻ പോലെ ഒരുപാട് ഈ ആരാധകങ്ങൾ എന്താ പറയുക സിയാറത്തുകളൊന്നും പൊന്നാനി മുമ്പില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് അന്നും ഈ പണ്ഡിതന്മാരൊക്കെ എന്ന് പറയുന്നത് അന്നും പുരോഗമന ചിന്താധികാരാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരം ആചാരങ്ങളും ഇതൊക്കെ. കാരണം പലയിടത്തും ഇതൊക്കെ റംസാൻ ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞു. പൊന്നാനി അന്നും സജീവങ്ങളുടെ കാരണം അന്നത്തെ പണ്ഡിതന്മാരും കൂടി എന്താണ് ഇതിന് ഈ ഒരുപാട് സപ്പോർട്ട് ചെയ്യല്ല, അത് നടക്കില്ലല്ലോ. അപ്പം അന്ന് ശരിക്കും പൂർണ്ണമായിട്ടും സജീവത ചെയ്യുവാനുള്ള കാരണം അന്നത്തെ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരും കൂടി അതിന് പങ്കുണ്ട്. നമ്മൾ ഓരോന്നും ആലോചിച്ച് നോക്കും. നമ്മൾ എത്രയോ മുസ്ലിം പ്രദേശങ്ങളും വേണം, അവിടെ ഒന്നും എന്തുകൊണ്ട് ഈ ആചാരം ഇല്ല. പിന്നെ ഇവിടെ മരുമക്കത്തായ സിസ്റ്റത്തിന്റെ പ്രശ്നം അതുകൊണ്ട് മരുമക്കത്തായതുകൊണ്ട് പൊന്നാനി മറ്റേ വേറിട്ട പ്രദേശം. ഇത് ഈ സജീവ നേരത്തെ കബീർ പറഞ്ഞ പോലെ തന്നെ ഈ റംസാൻ ഉണ്ടായി
കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കൊണ്ടുവരുന്നത് സ്കൂളുകളൊന്നും നമ്മളെ ഈ സ്കൂളില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ മുന്നിൽ സ്കൂളില്ല, പഴയകാലത്ത് കോളേജും ഇല്ലല്ലോ. അപ്പൊ അന്ന് സ്വാഭാവികമായിട്ട് ഒരു രാവിലെ ഉണരുന്ന തന്നെ 11 മണിക്ക് ശേഷം. അത് കഴിഞ്ഞ് നമ്മൾ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞോടുകൂടി സജീവമാണ്. നിർബന്ധമായിട്ടും അന്ന് എല്ലാവരും ആണും പെണ്ണും, ആ കാലത്ത് ആണുങ്ങളെല്ലാം അന്ന് കടപ്പുറത്ത് പോകല് ഒരു സജീവമാണല്ലോ. അതൊക്കെ ഭയങ്കര ഒരു വൈബ്. ഇന്നത്തെ കുട്ടികൾ പറഞ്ഞ ഒരു വൈബാണത്. അതെല്ലാവരും കടലിൽ നിർബന്ധമായിട്ട് പോകും. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ മറ്റേ എന്താ ചെറിയ നോമ്പറക്കൽ, വലിയ നോമ്പറക്കൽ എന്നൊക്കെ ഓരോ സംഭവമാണ്. ഓരോ സമ്പന്നരുടെ വീട്ടിലല്ലാത്ത വീട്ടിലാർക്കും സജീവമാണ്. അത് ഏത് ചെറിയ അതിന് വ്യത്യാസം ഡിസ്മലൊക്കെ പൊന്നാനിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പൊന്നാനിൽ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള വിഭവങ്ങളുള്ളത്. അപ്പോൾ ഈ പലഹാരങ്ങളുണ്ടല്ലോ, ചീരാക്കഞ്ഞി, മറ്റുള്ള വീടുകളിലൊന്നും, മറ്റുള്ള ഈ തിരൂരായി കഴിഞ്ഞാലോ ഫ്രഷ് കടി ഇല്ല. അതെ, ഇവിടെ പൊന്നാനിക്ക് മാത്രമേ ഉള്ള പ്രത്യേകത മാത്രമേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല സ്മെല്ലൊക്കെ ഈ പൊന്നാനി ഉറങ്ങുന്ന തന്നെ രാത്രി 2 മണിക്ക് ശേഷം. 2 മണിക്ക് അതൊരു വലിയ ഒരു വേറെ രാജ്യത്തില്ലാത്ത പ്രത്യേകത. മണി വരെ എന്ന് പറഞ്ഞാലേ നമ്മൾ പഴയകാലത്ത് സ്ത്രീകൾ പറയുന്നത് നമ്മൾ സീത്താനെ നോമ്പ് കഴിഞ്ഞാൽ സീത്താനെ കെട്ടിടും. പക്ഷെ നമ്മൾ കെട്ടിടന്മാരൊക്കെ നമ്മൾ പറയും നിങ്ങളൊക്കെ അയച്ചിട്ടുണ്ടല്ലോ. അതായത് അത്ര പിള്ളേരൊക്കെ നമ്മളൊക്കെ ആ പ്രായത്തിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു മാസമാണത്. എല്ലാ അർത്ഥത്തിനും പൂർണ്ണമായിട്ടും ഒരു ആളുകൾ എൻജോയ് എന്നുള്ള വാക്ക് ശരിയാണെന്ന് അല്ല, അങ്ങനല്ല. എൻജോയ് അങ്ങനല്ല. റംസാന് 2 രീതിയിലാണ്. റംസാനെ വരവേൽക്കുകയും അതിനൊരു ആഘോഷമാക്കി മാറ്റുകയും ചെയ്യും. അതേ പറഞ്ഞത്. അത് ശരിക്കും മറ്റൊന്നുണ്ടാവില്ല. ഇനി ഇത് കഴിഞ്ഞോടത്ത് തന്നെ ഇപ്പൊ ഈ റംസാന്റെ ഇത് കഴിഞ്ഞ വർഷം പെരുന്നാളാണ്. കഥയിലുണ്ടല്ലോ, അത് പൊട്ടിക്കും. അതെ, പെരുന്നാലാവുകൊണ്ട്. അത് മാത്രമല്ല സ്മെല്ലൊക്കെ പൊന്നാനിക്കാരെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിനെക്കാട്ടി ഹരം പെരുന്നാലാവാണ്. അതായത് 9 മണിക്ക് അല്ല ഒരു 10 മണിക്ക് നിസ്കാരം കഴിഞ്ഞ് ജമാസ്കാരം കഴിഞ്ഞ് ഒരു 10 മണിക്കാണ് ജമാസ്കാരം കഴിയുക. 9 മണിയോട് 10 മണിക്ക് 10 മണിക്ക് ഭക്ഷണം കഴിച്ച് പിന്നെ ഉറങ്ങാണ്. പിന്നെ ഈ അങ്ങാടിയിലൊക്കെ വിജനമായി കിടക്കായിരിക്കും, മനുഷ്യരുണ്ടാവില്ല പെരുന്നാളിന്. പിന്നെ എണീക്കാൻ വൈകുന്നേരം അസ്രസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും. അന്ന് പള്ളിയിൽ ആൾക്കാരുണ്ടാവില്ല. ഇതിൽ രസമായി നമ്മൾ പെരുന്നാലാവ് പറയുമ്പോൾ തന്നെ പെരുന്നാലാവ് എന്നൊക്കെ പറയും ശരിക്കും അന്നൊരു ഉത്സവത്തിന്. അതായത് മറ്റു പല പ്രദേശങ്ങളും ഇല്ലാത്ത രീതിയിൽ ഞാൻ ഇപ്പൊ താമസിക്കുന്ന പുറങ്ങിലാണല്ലോ. ഈ പുറങ്ങുന്ന അടക്കമുള്ള എല്ലാ പ്രദേശങ്ങളും കോലമ്പ് പുറങ്ങി പുറങ്ങുന്നൊക്കെ പൊന്നാനിലെ പെരുന്നാലാവ് കാണാൻ വേണ്ടി വരും. അതായത് ഈ പെരുന്നാലാവ് നമ്മളിപ്പോ ജാം റോഡൊക്കെ ഇല്ല, ഇപ്പൊ നമ്മൾ വന്നോ ജാം റോഡൊക്കെ അതൊക്കെ പറഞ്ഞ പർവ്വത്ത് തലമാട് വേറൊന്നുണ്ട് സ്മെല്ലൊക്കെ. പൊന്നാനിയിലെ പെരുന്നാലാവിന് അത്രന്റെ മണാണ്. ശ്രദ്ധിച്ചിക്കണ? അത്രന്റെ മണായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞ അതാ സജീവമാകണമെന്ന് പറഞ്ഞത്. അതൊരു ഉത്സവ രീതിയിൽ ഒരു പെരുന്നാലാവ് ആഘോഷിക്കുന്ന പ്രദേശങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കോഴിക്കോടുള്ള പ്രദേശം അവിടെയൊക്കെ വെറും അതായത് നമ്മുടെ വസ്ത്രവിപണി, അതായത് കച്ചവടക്കാരെന്ന ടൈലർമാരും മറ്റുള്ളവരും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ അതല്ല, എല്ലാ വിഭാഗം ആളുകളും പരിപൂർണ്ണമായി തുറക്കും ചെയ്യും. ശരിക്കും ഒരു ചെറിയൊരു പൂരത്തിന്റെ ഇസ്മായിലൊക്കെ നിങ്ങളൊക്കെ ചെയ്തൊരു കാര്യമുണ്ടല്ലോ, അനൗൺസ്മെന്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും അത് ഒരു അനൗൺസ്മെന്റ് അല്ല, നമ്മൾ അമ്മാട്ടിക്കാരൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. 3 അനൗൺസ്മെന്റ് പല ഭാഗത്തുണ്ടാവും, ഒക്കെ സജീവമാവും. അതൊക്കെ പറഞ്ഞാൽ അത് അധികം ആശംസകളാണ്. ഏത് നമ്മളുടെ പൊന്നാനിലെ അന്നത്തെ വലിയ കച്ചവടക്കാരൊക്കെ അത് കുട്ടികൾക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല എങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ പെരുന്നാലാവുണ്ട്, പക്ഷെ അത്രത്തോളം ഇന്നിപ്പോ എല്ലാ ഭാഗങ്ങളിലും ആയിപ്പോയല്ലോ, ഫുള്ളായിപ്പോയി. അതാണ്. അല്ല, നമ്മൾ ഇതിന്റെ എങ്ങനെ വൈൻഡപ്പ് ചെയ്യുമ്പോഴേ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റംസാൻ കാലം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് അത് നമ്മൾ നൊസ്റ്റാൾജിക്, ഇന്നത് പുതിയ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് പറയാൻ പറ്റില്ല. കുട്ടികൾക്ക് ചിന്ത നമ്മൾ എത്ര പറഞ്ഞാലും. പിന്നെ യുവത്തിന്റെ പുസ്തകത്തെ കുറിച്ച് ഞാൻ ആമുഖത്തിൽ എഴുതിയിരുന്നു, എന്താണ് നോമ്പോർമ്മകൾ പറയാൻ വേണ്ടി മാത്രം പുസ്തകം. അതാണ് 54 പേര് എഴുതിയ പുസ്തകമാണ്, 54 വ്യത്യസ്തമായിട്ടുള്ളത്. ഇത് ഓർമ്മണ്ട? എന്താണ് സൂഫി സൈദാലിയുടെ ജാറ. ഇതാണ് ജാറ. ഇത് പഴയകാലത്ത് വളരെ സജീവൻ, ഇപ്പത്തെ സജീവൻ. ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിൽ പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു, കാശിട്ടൊക്കെ പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇടവഴിയിലൂടെ നമ്മൾ എത്ര ഓടി നടന്നാണ്. ഈ റംസാൻ കാലത്തൊക്കെ ബലൂൺ ബെല്ല് അറിയുന്ന സ്ഥലമാണിത്, ഓർമ്മ? നമ്മൾ നൈറ്റ് ലൈഫ് പറഞ്ഞല്ലോ, ഈ ബലൂൺ വെള്ളം എന്നുള്ള സാധനം അത് പൊന്നാനി മാത്രമേ. അതായത് അതൊരു എന്താ പറയാ, അതൊരു കുരുത്തക്കേടിന്റെ ഭാഗമല്ല, ഒരു തമാശന്റെ എന്നുള്ള കൂടാണ്. ഒരുവിധ ആളൊന്നും നമ്മൾ ഒഴിവാക്കൂല. കാരണം ഇതിൽ വെള്ളം പള്ളിയിൽ നിന്ന് പോയി നിറച്ച് പള്ളിയിൽ നിന്ന് മുക്രിമോടിക്കൊക്കെ നമ്മളെ ചീത്ത അറിയും. നിറച്ചിട്ട് ഇത് കൊടുത്തിട്ടാണ് നമുക്ക് ദേഷ്യമുള്ളവരൊക്കെ എറിയുന്ന സമയമാണ്. അതൊക്കെ കുറെ അത് പ്രായമുള്ളവരൊക്കെ നമ്മൾ ചീത്ത പറയും. പക്ഷെ അന്നൊക്കെ ഏറ്റവും എൻജോയ്മെന്റ് ഉള്ളത്. അതിന് ഒരു പിന്നെ വേറെ ഇത് മുസ്ലിം പള്ളിയല്ല സ്മരണ. ഈ കുറെ ഇസ്ലാമിക സംസ്കാരം പണ്ട് ഇവിടുന്ന് മിസ്രിൽ നിന്ന് കുറെ പടയാളികൾ വന്ന് ഈജിപ്തിൽ നിന്ന് മിസ്ര അപ്പൊ അന്നത്തെ കുറെ സംസ്കാരങ്ങൾ പൊന്നായിലുണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് വന്നതാണ് ഈ ഫാനൂസ എന്നുള്ള വാക്കും ഫാനൂസെ, അല്ലേ? ശരി തന്നെയല്ലേ? ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഇസ്ലാമിക സംസ്കാരം ഈ റംസാൻ മാസത്തിൽ പൊന്നാനിക്കുണ്ട്, അല്ലേ?
ഒരുപാട് സാരികളുണ്ട് ഇപ്പോഴും പൊന്നാനിക്ക്. ഇപ്പോഴത്തെ പിന്നെ പ്രശ്നം എന്താണ്, നമ്മൾ നേരിടുന്ന ചെറിയ പ്രശ്നം എന്നാൽ നമ്മുടെ പൊന്നാനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ ടൗണിൽ ഭാഗത്തുള്ള ആളുകളൊക്കെ പല പ്രദേശങ്ങളിലൊക്കെ മാറിപ്പോയി. നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തുകളിലും ഒക്കെ മാറി ഞാനും മാറിപ്പോയാണ്, നമ്മളൊക്കെ മാറിപ്പോയാണ്. പക്ഷെ എന്ത് വന്നാലും നമ്മൾ ഈ നോമ്പ് മുമ്പ് ഞാനൊക്കെ ഇപ്പോഴും ഈ മയത്തുള്ളി വന്നിരുന്ന് നമസ്കരിക്കും. അതായത് നമുക്ക് അതിൻ്റെ കൂടി പറയാം. ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ താമസിക്കുന്ന ഈശ്വരമംഗലത്താണെങ്കിൽ പോലും ഈ റാവേന്റെ നിസ്കാരത്തിന്റെ സമയമായാലും പൊന്നാനിൽ എത്തിയില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, ഒരു വിറയല് പോലെയാണ്, എങ്ങനെയെങ്കിലും ഇവിടെ എത്തണം എന്നുള്ളതാണ്. പിന്നെ അപ്പൊ നമുക്ക് പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് വരാൻ. വേറൊരു ഓർമ്മ ഉണ്ട്. അന്ന് ഇവിടെ പുതിയാപ്പിള ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. അതായത് അന്ന് നോമ്പായി കഴിഞ്ഞാൽ മിക്കവാറും വൈകുന്നേരങ്ങളിൽ വീട്ടിൽ നിന്ന് ആളുകൾ ഇങ്ങനെ പലഹാരങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അതുണ്ട്, അത് പൊന്നാനിക്ക് മാത്രമേ. അതായത് ഇപ്പൊ എന്റെ സിസ്റ്റർ കല്യാണം കഴിച്ച വീട് കബീറിന്റെ വീടാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും 5 തരം 6 തരം കഴിഞ്ഞ് ഡെയിലി 6 മിനിമം. അത് ചില ദിവസങ്ങളിൽ സ്പെഷ്യലാണ്. 5 പലഹാരങ്ങൾ എല്ലാ ദിവസവും. കോഞ്ചിയിൽ ചായ അടക്കം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. അത് ഭയങ്കര സംഭവം. അത് അവര് കാത്തിരിക്കുന്നുണ്ടാവും. അത് മാത്രമല്ല, ഇത് ഇവിടുന്ന് അവന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. പക്ഷെ അതിന്റെ തമാശ തന്നെ അത് 10 ദിവസം അതിൽ 3 പ്രാവശ്യമായിട്ട് ഉമ്മാമാക്കും മറ്റേ പുതിയാപ്പിളമാർക്കും സ്പെഷ്യൽ കൊടുത്തേക്കും. അതിലാണ് നേരത്തെ വീട് വരെ 10 ആയിട്ടുണ്ടാവുക. അതൊക്കെ അതേമാതിരി പുതിയാപ്പിള തന്നെ ഒരു നോമ്പറപ്പിക്കാൻ വിളിക്കല്. പിന്നെ വേറെ തമാശ ഇത് ഓർമ്മയുണ്ട്, ഈ നോമ്പിനാണ് ഈ പുതിയാപ്പിളിന്റെ അവിടുന്ന് സാധനങ്ങൾ കണ്ടെത്തിയില്ല കുഞ്ഞിക്കാന്റെ അവിടേക്ക് പലർക്ക് സാധനങ്ങൾ. അത് പ്രത്യേകത. പുതിയാപ്പിള അവിടുന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ഫുഡ് അതിന് ഇത് ലീസ്റ്റ് മാറും തോന്നുന്നുണ്ട് അല്ലേ? എന്തായാലും പറയുകയും ചെയ്യല. നമ്മൾ എവിടെ എത്തിയെന്നറിയോ? ഇത് വിശ്രീപ്പള്ളി. ഇതിപ്പോ അടുത്ത കാലത്ത് ഒരു വലിയ, അതായത് ഇപ്പൊ ഈ ശ്രീരാമകൃഷ്ണൻ ഇവിടെ MLA ആവുന്ന കാലത്ത്, സ്പീക്കറാവുന്ന കാലത്ത് ഒരു പുതിയ ഒരുപാട് കാശൊക്കെ ചെലവാക്കി ഒരു 84 ലക്ഷം ഏറെക്കുറെ വല്ലാത്തൊരു അവസ്ഥയിലൊക്കെ ആയതാണ്. പക്ഷെ അത് വീണ്ടും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പഴയ ആർക്കിടെക്ചർ രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് മിശ്രീപ്പള്ളി. ഇപ്പം ഇന്ന് ഈ ഭാഗങ്ങൾ പ്രദേശങ്ങളൊക്കെ മുമ്പത്തെ പോലെ അല്ല. പക്ഷേ പല ആളുകളും ഇവിടെ ഈ മുമ്പ് താമസിക്കുന്ന ആളുകളൊന്നും ഇല്ല. പഴയ ആളുകൾ, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ജനറേഷനിലുള്ള ആളുകളൊന്നും ഇവിടെ ഇല്ല. പുതിയ കുട്ടികൾക്ക് ഇത് അറിയണമെന്നില്ല. ഇവിടെ നമ്മൾ ഇത്തരം വീഡിയോകളും കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നാൽ നമ്മളൊക്കെ ഇപ്പം ഒരു അനുഭവിച്ച ആളുകൾ, പുതിയ കുട്ടികൾക്ക് അറിവില്ല, ഇതിനെ പറ്റി ഒരു അറിവ് കുട്ടികൾക്കില്ല. നമ്മുടെ കാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥയാണ്. ഞങ്ങളൊക്കെ വീട്ടിൽ അന്ന് എത്രയോ അംഗങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അറിയാം 4 വീടുള്ള. ഇന്ന് ഞങ്ങൾ 24 വീടുകളായി മാറി ഒരു തരം. അപ്പം ഇന്ന് പുതിയ ജനറേഷൻ, ഇപ്പം എൻ്റെ മകന് അല്ലെങ്കിൽ കബീറിൻ്റെ മകന് ഇങ്ങനെ പൊന്നാനി ടൗണിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ചിന്തിക്കാനേ പറ്റില്ല. അവർ വേറെ ലോകമാണ്. ചിലപ്പോൾ അവർ നമ്മൾ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷെ ആ ആളുകൾക്ക് നമ്മളുടെ ഈ പഴയകാലത്തെ ഓർമ്മ ഇങ്ങനെയൊക്കെ ഒരു സംവിധാനങ്ങൾ ഇങ്ങനെ പൊന്നാനി ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് ഓർമ്മിക്കാൻ. ഇന്നെല്ലാവരും എഴുത്തുകൾ വായിക്കാത്ത കാലഘട്ടമല്ലോ. ഇത്ര വീഡിയോകൾ അവർക്ക് പ്രചോദനമാവും. ഇങ്ങനെ സംസ്കാരം പൊന്നാനി ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ നമ്മുടെ തിരിച്ചു വരും ഒരിക്കലും. അത് തിരിച്ചുള്ള സാധ്യത കുറവാണ്. അത് വളരെ കുറവാണ്. കാരണം നമ്മളെ ഈ മൊത്തത്തിൽ നമ്മളെ ജീവിത രീതി മാറിക്കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫാമിലി വന്നതോടുകൂടി അവർക്കൊന്നും അറിയില്ല. നമ്മൾക്ക് ബന്ധങ്ങൾ തന്നെ കുട്ടികൾക്ക് അറിയില്ല. എന്തായാലും ഇസ്മായിലൊക്കെ തിരിച്ചു വന്നില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊന്നാനിൽ കുട്ടികൾ എല്ലാം നടന്നിരുന്നു. നമ്മുടെ ചെറുപ്പത്തിലും നമ്മുടെ മുതിർന്ന തലമുറയിലൊക്കെ ഇങ്ങനെ പൊന്നാനിൽ ഇങ്ങനെ സംസ്കാരങ്ങളും ഈ റംസാനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നുള്ളത് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അറിയട്ടെ. തീർച്ചയായും അല്ലേ? അപ്പോഴാണ് പൊന്നാനിലെ റംസാനെ പറ്റിയിട്ടും പൊന്നാനിലെ റംസാനിന്റെ ഓർമ്മകളെ പറ്റി അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അതാണ് ഈ ഇതുകൊണ്ട് നമ്മൾ പുതിയ പൊന്നാനിൽ ഇങ്ങനെയൊക്കെ നടന്നിരുന്നു എന്നുള്ളത്. ഇതിപ്പോ ഇത് മാത്രമല്ല, പല ആൾക്കാർക്കും ഇത് ഇങ്ങനെയൊക്കെ പൊന്നാനിൽ ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയമുള്ള ആൾക്കാരുണ്ടാവും. ഈ റംസാനൊക്കെ തന്നെ വേണ്ടേ? നമ്മളിപ്പോ ഈ ഒരു ചെറിയ ശതമാനം പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ റംസാൻ മൊത്തം പറഞ്ഞാൽ ഇപ്പൊ തൽക്കാലം നമുക്ക്. ഹലോ, എത്ര നാളൊക്കെ കാണുന്നത്? സന്തോഷം, കണ്ടത് നന്നായി. ഞാൻ ദുബായിലേക്ക് പോവാണ്. പക്ഷേ ടിക്കറ്റ് ഫെയർ എല്ലാം ഭയങ്കര കൂടുതലാണ്. അതിനെന്താ, ടോപ് 10 ട്രാവലിന്റെ പൊന്നാനിയിൽ ഒന്ന് വിളിച്ചാൽ മതി. നിങ്ങളുടെ യാത്രകൾക്ക് വിശ്വസനീയമായ കൂട്ടായ്മയായി ടോപ് 10 ട്രാവൽ ആൻഡ് ടൂർസ് പൊന്നാനി. ഓൺലൈൻ നിരക്കുകളേക്കാൾ കുറവിൽ സ്വാഗതം. ടോപ് 10 ട്രാവൽ ആൻഡ് ടൂർസ് തൃക്കാവ് പൊന്നാനിയിൽ നിങ്ങളുടെ വിശ്വസ്തമായ യാത്രാ കൂട്ടുകാരൻ.